ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, everstylish.com എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി ഓൺലൈൻ ഷോപ്പിൻ്റെ. അപ്പോൾ എനിക്ക് എപ്പോഴും ആഡ് വരും, പക്ഷേ എനിക്ക് അതൊന്ന് വാങ്ങാനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു നല്ല ബ്രാൻഡാണോ, നല്ലതാണോ, കാശ് മുടക്കുമ്പോൾ നമുക്കത് കിട്ടുമോ. നമ്മൾ കുറേ ഇതിൽ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റയിൽ കുറേ സ്പാമും സ്കാമും നടക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് എനിക്കിങ്ങനെ ആഡ് വന്നു അവരുടെ, അതായത് അവർക്ക് 99 റുപ്പീസിൻ്റെ കുറേ ഓഫർ നടക്കുന്ന. ഓഫർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചാടി വീഴുമല്ലോ. അപ്പോൾ 99 റുപ്പീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ, എന്തെങ്കിലും ഒന്ന് വാങ്ങി നോക്കാം, നല്ലതാണെങ്കിൽ പിന്നെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കതിൻ്റെ പാക്കേജ് കിട്ടി. ഞാനെന്നാൽ അത് ഓപ്പൺ ചെയ്യാതെ ഞാൻ വെച്ചേക്കുമായിരുന്നു, കാരണം എനിക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ പേർക്ക് ഇതുപോലെ ഡൗട്ട് ഉണ്ടാവുമല്ലോ, വാങ്ങണോ വേണ്ടയോ എന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലതാണോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. നമുക്കപ്പോൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. ഞാനിന്ന് ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പുറത്ത് നല്ല ഒച്ചയുണ്ട്, എന്തൊക്കെയോ പണി നടക്കുക താഴെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും സാരമില്ല, ഇച്ചിരി ഒച്ചയൊക്കെ മാറുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാം. പാക്കിങ്ങൊക്കെ കൊള്ളാം അവരുടെ. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഓ, ഇതെങ്ങനെയാണ് ഓപ്പൺ? ഇങ്ങനെയായിരുന്നു. കൊള്ളാട്ടോ. ഞാൻ കുറച്ച് ഇയറിങ്സും മറ്റേ ബ്രേസ്ലെറ്റ് പോലത്തെ അങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇയറിങ് വന്നിട്ട് ഇതാണ്. എല്ലാം 99 റുപ്പീസ്, 98 റുപ്പീസ്, 99 റുപ്പീസ്, 73, 78 അങ്ങനത്തെ റേറ്റിൽ മാത്രമേ ഉള്ളൂ. ഒന്നും 100 റുപ്പീസിന് എബവ് ഇല്ല. ഇതിപ്പോൾ അവരുടെ ഓഫർ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പ്രൈസ് വരുന്നത്. ഇതൊരു പിങ്ക് കളർ സ്റ്റോൺ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇതിനൊക്കെ 99, 70 റുപ്പീസ്, 73 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. ഇനി യൂസ് ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഈ കളേഴ്സൊക്കെ പോവോ. ഗോൾഡൻ പോലത്തെ ഇവിടെ ഗോൾഡൻ കളേഴ്സൊക്കെ വരുന്നുള്ളൂ, അതൊക്കെ പോവോ ഇല്ലയോ എന്ന് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഒരേ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല, ഡിഫറെൻ്റാണ്. ഇതൊരു ബ്ലൂയിഷ് ഷെയ്ഡ് വരുന്നത് ഡിഫറെൻറ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചു സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റാണ്. ഇത് രണ്ടും സെയിം അല്ല, കളറ് ഡിഫറെൻ്റാണ്, പാറ്റേൺ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഇയറിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം, കാരണം എനിക്ക് ഇയറിങ്സിനോടാണ് കുറച്ച് താല്പര്യം. ഇച്ചിരി വലുതായിപ്പോയി. ഞാൻ കുറച്ചുകൂടെ ചെറിയ ഇത് പേളാണ് പ്രതീക്ഷിച്ച്, പക്ഷേ കുഴപ്പമില്ല. 100 റുപ്പീസിനൊക്കെ ഇത് ഭയങ്കര, 100 അല്ല, 99, 78 ആ റുപ്പീസിനൊക്കെ ഇത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിങ് വന്നിട്ട് കൊള്ളാലോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് മറ്റേ പിങ്കിൻ്റെ സെയിമാണ്. എനിക്ക് ഗ്രീൻ കളറിനോടൊരു ഭയങ്കര ഒരു വേണ്ട. ഇത് ആ പിങ്കിൻ്റെ തന്നെ സെയിം പാറ്റേണാണ്, സ്റ്റോൺ വേറെയാണേ ഉള്ളൂ. പിങ്ക്, ഇത് ഗ്രീന്. പിന്നെ നമ്മളുടെ ഇയറിങ് കുറച്ച് ട്രെൻഡി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയൊരു ഇയറിങ്. ഓപ്പൺ ചെയ്യട്ടെ. കൊള്ളാമല്ലേ? ഇത് വാങ്ങിയ ഓർമ്മ എനിക്കില്ല. ഇത് ഞാൻ ആഡ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മേടിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു ഗോൾഡൻ ഇത് വരുന്ന ഒരു തീം വരുന്നൊരു ഇയറിങ്സാണ് കൂടുതലും ഞാൻ മേടിച്ചേക്കുന്നത്. അതാവുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ചേരുമല്ലോ. ഇതെനിക്ക് ഓർമ്മയില്ല ഞാൻ ആഡ് ചെയ്ത്.
ഓക്കെ, എന്തായാലും കൊള്ളാം. ഓക്കെ, ഇനി 2 റിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫിംഗർ റിങ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ, നമുക്കിങ്ങനെ നമ്മളുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കൊള്ളാമല്ലേ, അതും ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഒരു റിങ്. ഇതിൻ്റെ കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, ഭയങ്കര ഗോൾഡൻ്റെ തന്നെ ഒരു ഷെയ്ഡ്. കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് അഡ്ജസ്റ്റബിൾ എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, കൊള്ളാമല്ലേ. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ബ്രേസ്ലെറ്റ്സ് പോയിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇല്ല, ഇതെല്ലാം 99, ആ ഒരു റേറ്റേ ഉള്ളൂ, 99 റുപ്പീസ്. ഇത് 2 ഓൾമോസ്റ്റ് ഒരേ തീം, ആരോ വരുന്ന പോലത്തെ. ഇത് വാച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ചേരുമെന്നറിയില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതും അതുപോലത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇതെല്ലാം അഡ്ജസ്റ്റബിളാണ്. ഇതും തേർഡ് വൺ, ലാസ്റ്റ് വൺ, ഇതൊന്നുമില്ല, ലാസ്റ്റ് വൺ. ഇതും ആ ഒരു ആരോൻ്റെ ഇത് വരുന്ന പോലത്തെ. ഇതിൽ സ്റ്റോണൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇമേജിൽ കണ്ടപ്പോൾ എനിക്ക് സ്റ്റോണാന്ന് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു അതൊരു സോളിഡ് വരുന്നതായിരിക്കും എന്ന്. കൊള്ളാം അല്ലേ, ഈ 3 കൂടെ ഇട്ടിട്ടും കൊള്ളാം. ഇതിട്ട് കൊള്ളാമല്ലേ. വാച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിടാം, ഇല്ലെങ്കിൽ നമ്മളുടെ ഈ റൈറ്റ് ഹാൻഡിൽ വെറുതെ ഇങ്ങനെ കോമ്പിനേഷൻ പോലെ 1-2 ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ everstylish.com എന്ന് ഞാൻ വാങ്ങിയ ഐറ്റംസ്. ഇയറിങ്സ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയറിങ്സ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഒട്ടും ഓർമ്മയില്ല ഞാൻ മേടിച്ചത് ആഡ് ചെയ്ത, കാരണം ഞാൻ ഇത്രയും ദോശക്കല്ല് പോലത്തെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഇച്ചിരി വലുതായിപ്പോയത്, കുറച്ച് ചെറുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചിലപ്പോൾ ഇടുമ്പോൾ നല്ലതായിരിക്കും, ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് വരുമ്പോൾ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല, പിന്നെ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. നോയ്സ് വരുന്നുണ്ട് അവിടെ നിന്ന്, താഴേന്ന് അവിടെ എന്തോ പണിയൊക്കെ നടക്കുക, ഭയങ്കര പണിയാണ്. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ഒരു മെയിൻ കാര്യം അതാണ്, ബാംഗ്ലൂരിൽ എപ്പോഴും കൺസ്ട്രക്ഷൻ ഉണ്ടാവും. എവിടെയാണ് എന്താണെന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരാഴ്ചയൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അതേ അപ്പുറത്തെ സൈഡിലൊരു പുതിയ ബിൽഡിങ് ഇങ്ങനെ അവർ ഓൾമോസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പടുത്ത് കുറേ നില ഇങ്ങനെ കെട്ടിപ്പടുത്ത് വരും. പെട്ടെന്നാണ് ഇവിടെയൊക്കെ ബിൽഡിങ്സ് വരുന്നത്. ഇപ്പോൾ ഒച്ചയൊക്കെ മാറി. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ everstylish.com ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.